എന്താണ് ബ്രോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ? ഇന്ന് വായനാ ദിനാണ്. അതെ, വായനാ ദിനമാണ്. ഇന്ന് എത്രാം തീയതി എന്നറിയൂ? അറിയില്ല. ജൂൺ 19. അപ്പോൾ ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്. അപ്പോൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബുക്ക് റിവ്യൂ ആണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ബുക്ക് റിവ്യൂ നമ്മുടെ ചാനലത്തെ എപ്പോഴത്തേക്കും കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അത് നിന്നെ പരിചയപ്പെടുത്ത്. എൻ്റെ പേര് റോൺ. ഞാൻ അതിൽ പറഞ്ഞാൽ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ആ സ്പെഷ്യൽ വീഡിയോ എന്ന് കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്ക് റിവ്യൂ ഒന്നുമല്ല, സ്ഥിരം കണ്ടന്റ് വ്യത്യസ്തമായിട്ട് നമ്മുടെ ബുക്ക് കമ്പാരിസനാണ്. നമ്മളിത് ബുക്ക് കമ്പാരിസൺ വീഡിയോയിലാണ് വന്നിട്ടുള്ളത്. മാലി രാമായണം എന്നുള്ള ഈ ഒരു ബുക്കും അതുപോലെ തന്നെ രാമായണ കഥ കുട്ടികൾക്ക് എന്ന് പറയാനുള്ള ഈ ഒരു ബുക്കുമാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കുകൾ തമ്മിലുള്ള ഒരു സാദൃശ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് രണ്ടെണ്ണം രാമായണത്തിനെ ആസ്പദമാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 50 രൂപയാണ്. അതുപോലെ ഈ ബുക്കിൻ്റെ വില നോക്കി, നീ 50 രൂപ തന്നെയാണ്. 50 രൂപയ്ക്ക് തന്നെയാണ് രണ്ട് പുസ്തകങ്ങൾ. ഞെട്ടി. ഇപ്പോഴത്തെ പുസ്തകങ്ങൾക്ക് ഭയങ്കര വിലയല്ലേ അല്ലേ? അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങൾക്കും ഒരേ വില തന്നെയാണ്. മാത്രമല്ല ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സും ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് HNC ബുക്കാണ്. ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മാലി രാമായണം എന്നാണ്. അപ്പോൾ മാലി എന്നുള്ളത് എഴുത്തുകാരൻ്റെ പേരാണ് കേട്ടോ. അതായത് മാലി വി മാധവൻ നായർ എന്നാണ് ഈ എഴുത്തുകാരൻ്റെ ശരിക്കുള്ള പേര്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അപരനാമമാണ് ഈ ഒരു മാലി എന്ന് പറയുന്നത്. നീ കേട്ടോ. അപ്പോൾ പിന്നെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള കുഞ്ഞിക്കുട്ടൻ ഇളയതാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബുക്കുകൾ രണ്ടെണ്ണം രാമായണത്തിനെ ആസ്പദമാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അല്ലേ? പക്ഷേ ഇതിലേതാണ് നിങ്ങൾ വായിക്കേണ്ടത്? ഇപ്പോൾ രണ്ടെണ്ണം സെയിം കണ്ടന്റ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി ഒന്ന് എക്സാഗറേറ്റഡ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് പറയുന്നത് ഈ ഒരു പുസ്തകമാണെന്ന് തന്നെ പറയാം. പുസ്തകത്തിലുള്ളത് 127 പേജുകളാണ്. അതുപോലെ 8 അധ്യായങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ, തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബാലസാഹിത്യം കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ രണ്ട് ബുക്കുകളും ബാലസാഹിത്യം ആണെങ്കിലും ഇതിൻ്റെ പേജുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 112 പേജുകളുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ബുക്കുകളും ബാലസാഹിത്യം ആണെങ്കിൽ എല്ലാവർക്കും വായിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ രണ്ട് പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത്. അത് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. രണ്ട് പുസ്തകത്തിനും കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിൽ രാവണൻ്റെ ഫ്ലാഷ് ബാക്കും അതുപോലെ തന്നെ രാമായണത്തിൽ രാവണനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് പോകുന്നുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ രാമായണത്തിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ വായിച്ചിരിക്കേണ്ടത് ഈ ഒരു ബുക്കാണ്. അതുപോലെ തന്നെ രാമായണത്തിനെ പറ്റിയിട്ട് അല്പം അറിയാം, എന്നാൽ കുറച്ചും കൂടി ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ രാവണനെ കൊല്ലുന്ന ആ ഒരു ഭാഗം മാത്രം അറിയില്ല, ഉത്തര രാമായണം ഒന്നും അറിയില്ല എന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് വായിച്ചു തരുന്ന കുറച്ച് കഥകളും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ രാമായണത്തിൽ കണ്ടിട്ടുള്ളത് ഇല്ലാത്തതും കേട്ടില്ലാത്തൊക്കെ ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട് എന്നുള്ള തരത്തിലുള്ള കുറച്ച് കഥകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫസ്റ്റത്തെ ആ ഒരു ഭാഗം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഫസ്റ്റത്തെ ആ ഒരു അധ്യായം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കാം, ഇതിൽ നീ ഈ രണ്ട് ബുക്കുകളും വായിക്കാൻ വന്നു, അപ്പോൾ നീ ഏത് പുസ്തകമാണ് ചൂസ് ചെയ്യുക? ഞാൻ വല്ല PUBG ഗെയിം കളിച്ചിരിക്കുന്ന സമയത്ത്. ഓക്കെ, ചെളിയടിയാണല്ലേ? പക്ഷെ ഇതിലേതോ ഞാൻ ചുമ്മാ പറ. പേപ്പർ ചുരുട്ടി അറിയാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. മഴയത്ത് കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. പേപ്പർ ചുരുട്ടി അറിയാൻ വേണ്ടി ഇതും ബോട്ട് ഉണ്ടാക്കാനായിട്ട് ഇതും. ഓക്കെ, അപ്പം മഴക്കാലൊക്കെയാണല്ലേ? മഴ ഭാഗ്യം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ കറക്റ്റ് സമയം. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഒരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു ബുക്ക് വായിച്ചിരിക്കുക, അല്ലെങ്കിൽ അതായത് രാമായണത്തെ പറ്റിയിട്ട് കുറച്ചൊക്കെ മാത്രം അറിയുള്ളൂ എന്നുള്ളവരാണെങ്കിൽ ഇത് വായിച്ചിരിക്കുക. ഈ ഒരു ലവകുശന്മാരുടെ ഭാഗത്ത് അല്ലെങ്കിൽ രാമായണത്തെ പറ്റിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ അറിയണം എന്നുള്ള ഒരാളാണെങ്കിൽ ഇത് വായിക്കുന്നതാണ് നല്ലത്. പക്ഷേ രാമായണത്തെ പറ്റിയിട്ട് എല്ലാം അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിതൊന്നും വായിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. നേരിട്ട് ഈ ഒരു ബുക്കിലേക്കും അതുപോലെ തന്നെ മഹാഭാരതമാണ്, ഈ ഒരു ബുക്കിലേക്കൊക്കെ നിങ്ങൾക്ക് വായന സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ഈ ഒരു ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈ ഒരു ബുക്ക് വായിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. അത് പറയാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഞാൻ ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായത്. പക്ഷേ ഈ ഒരു ബുക്ക് ഞാൻ ഈ രമേഷിൻ്റെ ഈ രാവണനും ഒക്കെ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പുസ്തകമൊക്കെ വായിക്കുന്നത്. അപ്പോൾ
അപ്പോൾ എനിക്ക് ഈ ഒരു പുസ്തകം വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 6 out of 10 ആണ് ഞാൻ ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കമ്പാരിസൺസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനിയും ഇതുപോലത്തെ കമ്പാരിസണുകളൊക്കെ ആവശ്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലേടാ? ഓക്കെ അച്ചാത്തരാ. അപ്പൊ ഒരു വായനാ ദിനം നേർന്നുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ നിർത്തുകയാണ്. ഹലോ ഔട്ട്രോ പറയട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.